ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ മിനിയേച്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചോദിക്കും കുറേ പേര്, നിങ്ങൾ ഈ വർക്കുകളൊക്കെ എന്ത് ചെയ്യും, ഇതൊക്കെ സൂക്ഷിച്ച് വെക്കുമോ, അല്ലെങ്കിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളയുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒരിക്കലും കളയാറില്ല, നമ്മൾ അതൊക്കെ എടുത്ത് വെച്ചാൽ അതൊക്കെ നമ്മുടെ ഒരു മുതൽക്കൂട്ടാണല്ലോ. അപ്പോൾ അതൊക്കെ ഒരു 2 വർഷം മുന്നേ തുടങ്ങി ചെയ്ത വർക്കുകളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ അധികം വലിച്ചു നിന്നിട്ടല്ല, വേഗം വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ദേ നമ്മൾ എല്ലാ വർഷവും ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് വെച്ചേക്കാണ്. നമ്മളത് എൻ്റെ വീട്ടിലും ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ ആയിട്ട് 2 സ്ഥലത്തായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് തുടങ്ങാം കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് പഴംപൊരിയും ബീഫും ഒരു ഗ്ലാസ് ചായയും നമ്മൾ ചെയ്ത് വെച്ചിരുന്നുണ്ട്. ഇത് കുറച്ച് മുന്നേ ചെയ്തേക്കുന്നതാണ്, ഒരു 1.5 വർഷത്തോളം ആയിട്ടോ. ഇത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ക്ലേ വെച്ചിട്ടല്ല, നമ്മൾ വാൾപുട്ടിയും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്തേക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചെറിയൊരു പാലറ്റ്, ഇതും അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളൊരു താറാവും 2 കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ നൊസ്റ്റാൾജിക് പാവ, ഒരുപാട് പേർക്ക് നല്ല നല്ല അനുഭവങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരു ഐറ്റം ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ കമൻസൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പലരും പലരുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. പിന്നെ ചിക്കൻ മന്തി, ഇതൊക്കെ റീസെൻ്റായിട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ മുളക് ബജിയും ചമ്മന്തിയും 1 കപ്പ് ചായ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നാളായിട്ടോ ചെയ്തിട്ട്. പിന്നെ നമ്മുടെ KSRTC ബസ്, പിന്നെ ഷവർമ്മ, ഇതൊക്കെ ഓരോരുത്തർ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതനുസരിച്ച് ചെയ്യണ്ട കേട്ടോ. പിന്നെ കിഴങ്ങും ചമ്മന്തിയും കട്ടൻ കാപ്പിയും, ഇതും കുറച്ചായി ചെയ്തിട്ട് കേട്ടോ. പിന്നെ ഒരു ആന, പിന്നെ സമൂസയും പപ്സും റോസും വെച്ചിട്ടുള്ള സംഭവം, ഇതും റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ തപാൽ പെട്ടി, ഇതൊക്കെ ഓരോ മെമ്മറീസ് ആണല്ലോ, അങ്ങനെ ചെയ്തതാണ്. പിന്നെ നമ്മുടെ പ്ലാന്റും ചെടിച്ചട്ടിയും, പിന്നെ പെബിൾസൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു സംഭവം, സ്നേക്ക് പ്ലാന്റ് ആണ് ചെയ്ത് കൊടുത്തത് നമ്മൾ. പിന്നെ തവളയും കൂണുകളും ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ്, പിന്നെ നമ്മുടെ പുളി ചാണകി വെച്ചത്, ഒരു ഓർമ്മയാണല്ലോ ശരിക്കും. പണ്ടൊക്കെ ഒരുപാട് ഇത് കണ്ട് വാല് വെള്ളം വരും, അത്രയും മെമ്മറീസ് ഉള്ള ഐറ്റാണ്. പാളയിൽ ഉണക്കാൻ പറ്റുന്നൊരു കാഴ്ച, അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഭരണി, 2 ടൈപ്പ് ഭരണിയും അച്ചാറും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സാമ്പാർ കഷ്ണങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെന്താണ്, പിന്നെ നമ്മൾ പൊറോട്ടയും ചിക്കനും ബീഫും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പിസ്സ, തേൻ മിഠായി, പോപ്പിൻസ്, പിന്നെ അവല് നനച്ചതും പഴവും, ഇത് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബിരിയാണി, ഒരുപാട് പേര് സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത സമയത്ത്. അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയാണ്. പിന്നെ നമ്മുടെ പൊതിച്ചോറ്, ഈ വർക്കും നമുക്ക് ഒരുപാട്, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു വർക്കാണ് കേട്ടോ. അത് കേരളത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണല്ലോ പൊതിച്ചോറ് ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ സപ്പോർട്ട് ചെയ്യാണ്. പിന്നെന്താണ്, പിന്നെ നമ്മളൊരു കീ ചെയിൻ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കിളിക്കൂട് പോലെ നമ്മൾ ആദ്യം ക്ലേ വെച്ച് ചെയ്തിട്ട് നമ്മളൊരു റിങ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് എന്തെങ്കിലും മിനിയേച്ചർ വർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിന് മുകൾ വശത്ത് ഒരു ഹോള് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ റിങ്ങൊക്കെ പിടിപ്പിക്കുകയാണെങ്കിൽ രസമായിരിക്കും. പിന്നെന്താണ്, പിന്നെ നമ്മൾ ഉണ്ണിയപ്പവും ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇലയട ചെയ്തിട്ടുണ്ട് നമ്മൾ. പിന്നെ ഇത് റീസെൻ്റായിട്ട് ചെയ്തതാണ്, നല്ല ചെയ്ത വർക്കാണ്. ലഡു ബോക്സ്, പിന്നെ കായ വറുത്തതുണ്ട്. പിന്നെ നമ്മൾ ചമ്മന്തി അരയ്ക്കുന്ന കോരിപ്പലകയും അതുപോലെ ചമ്മന്തി അരയ്ക്കാനുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു മിനിയേച്ചർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പലർക്കും കോരിപ്പലക എന്ന് വെക്കുമ്പോൾ പലർക്കും അറിയില്ലായിരിക്കും, പല നാട്ടിലും പല പേരുകളാണല്ലോ. അപ്പോൾ ഈ ഒരു ഐറ്റം ഇപ്പം അധികം അങ്ങനെ കണ്ടുവരാത്തൊരു സംഭവമാണ്. അപ്പോൾ അതൊരു നൊസ്റ്റാൾജിക്കായിട്ട് നമ്മൾ ചെയ്തേക്കുന്നതാണ് കേട്ടോ.
പിന്നെ അരിക്കലത്തിൽ മുട്ട പുഴുങ്ങുന്ന നമ്മൾ ഒരു അനുഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലേ ബട്ടൺ ചെയ്തിട്ടുണ്ട് നമ്മൾ. പിന്നെ ഒരു സ്ട്രോബെറി ചെയ്തിട്ടുണ്ട്. പുട്ടും പഴവും കടലക്കറിയും പപ്പടം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിട്ടുള്ള വീഡിയോ ഇതാണ് കേട്ടോ. 1,40,000 പേര് കണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. നമുക്ക് ഒരുപാട് സപ്പോർട്ടൊക്കെ കിട്ടിയൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ പച്ചമാങ്ങയും ഉപ്പും മുളകും, ഇതൊക്കെ ഒരുപാട് മുന്നേ ചെയ്തേക്കുന്ന വർക്കാണ് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാഴപ്പുട്ടി വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടുള്ള സംഭവം വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ്. പിന്നെ ഐസ് ഫ്രൂട്ട്, ചിക്കൻ ഷവായി, ന്യൂഡിൽസ്, ഇതൊക്കെ റിക്വസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്നതാണ്. അതുപോലെ തന്നെ സാൻഡ്വിച്ച്. പിന്നെ നമ്മൾ ചെറിയൊരു ടെഡി ബിയർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറിയൊരു പെൻ ഹോൾഡർ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറിയൊരു ക്യാമറ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഷിക്കാര ബോട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു വഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ചെയ്തേക്കുന്നത് മഹാഗണിയുടെ തോടുണ്ടല്ലോ, ആ തോട് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. 2 സൈഡിൽ നമ്മൾ ഡബിൾ സൈഡ് ടാപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് സെറ്റ് ചെയ്തിട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ചെറിയൊരു ലൈറ്റ് ഹൗസ് ചെയ്തിട്ടുണ്ട്. ഇത് ഒത്തിരി പഴയതുണ്ടോ ഇവർക്ക്. അപ്പോൾ എന്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം കിട്ടിയ സമയത്ത് അതിൽ ഒട്ടിച്ച് കൊടുത്തിട്ട് ചെയ്തേക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഇഡ്ഡലി പാത്രവും ഇഡ്ഡലിയൊക്കെ ചെയ്തിട്ട് വർക്കാണ്. പിന്നെ നമ്മുടെ 10Kയുടെ സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്തേക്കുന്നതാണ് ഈ ഒരു സംഭവം. പിന്നെ കരിമീൻ പൊള്ളിച്ചേക്കണ ഒരു വർക്കാണ് കേട്ടോ. ഇത് നമ്മളോട് ചോദിച്ചിരുന്നു. പിന്നെ ചാള വറുത്തതും പനീനും അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ തണ്ണിമത്തൻ മുറിച്ച് വെച്ചേക്കണ പോലൊരു സംഭവം നമ്മൾ സെറ്റ് ചെയ്ത്. ഇതൊക്കെ ഒരുപാട് തുടക്കത്തിലേ തന്നെ നമ്മൾ ചെയ്തേക്കണ വർക്കാണ് കേട്ടോ. പിന്നെ അച്ചപ്പവും കുഴലപ്പവും കേരളത്തനിമ ഉണർത്തുന്ന ഒരു സംഭവമാണല്ലോ സ്നാക്ക്. പിന്നെ കപ്പ പുഴുങ്ങിയതും തലക്കറിയും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. പിന്നെ തൃശ്ശൂരിലൊക്കെ ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫുഡ് കോംബോ ആണ് നമ്മുടെ പരിപ്പ് കുത്തിക്കാച്ചി ഉണക്കമീനും. അപ്പോൾ ഇതും നമ്മളോടൊരു ആള് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒരു സേമിയ പായസം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളോട് ഒരു കുട്ടി റിക്വസ്റ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ഒരു വർക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇഡ്ഡലിപ്പാത്രവും അതുപോലെ തന്നെ അതിൻ്റെ തട്ടും ഇഡ്ഡലിയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചെറിയൊരു മഷ്റൂം ഹൗസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പിയോ അങ്ങനെ ഒരു സംഭവം കിട്ടിയപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലേ ഒന്നും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. ഇത് നമ്മൾ വാൾപുട്ടിയും അതുപോലെ തന്നെ വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയേക്കണ്ട കേട്ടോ. പിന്നെ 2 മൈദ, ഇതൊരു കല്ലിൻ്റെ മുകളിൽ നമ്മൾ ക്ലേയും അതുപോലെ ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു വർക്കാട്ടോ. പിന്നെ നമ്മുടെ 10Kയുടെ ആ ഒരു 10K ഫോളോവേഴ്സ് അതിൻ്റെ ആ ഒരു ഇതിൽ നമ്മൾ ക്ലേ വെച്ചിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. പിന്നെ നമ്മൾ വർക്ക് തുടങ്ങിയ ആ ഒരു സമയത്തൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ. ഇത് ബുൾസൈ അതുപോലെ തന്നെ 3 ടൈപ്പ് ഡോണറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ പുറകിൽ നമ്മൾ മാഗ്നറ്റ് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് മാഗ്നറ്റ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഇതാ ഇത്രയും ചെറിയ വലുപ്പത്തിലുള്ള മാഗ്നറ്റാണ് നമ്മൾ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഐഡിയാസൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെന്താണുള്ളത്, പിന്നെ നമ്മുടെ മലയണ്ണാനും ചക്ക തിന്നുന്ന മലയണ്ണ നമ്മളെ ചാനലിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊരു സാധാ മരത്തിൽ നമ്മൾ ക്ലേ വെച്ചിട്ട് ചെയ്തിട്ട് ഇതിൽ ഒട്ടിച്ചു കൊടുത്തേക്കുന്നതാണ്. ഇതും അതുപോലെ തന്നെ ഒറിജിനൽ മരത്തിൽ നമ്മൾ ചെയ്തേക്കുന്ന വർക്കാണ്. തത്തയും കുഞ്ഞുങ്ങളും, അച്ഛൻ തത്തയും അമ്മ തത്തയും കുഞ്ഞുങ്ങളും. പിന്നെ നമ്മുടെ സ്വന്തം ചായക്കടയിലെ പലഹാരങ്ങൾ,
ഇതും ഒത്തിരി നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഐറ്റം ആണല്ലോ. ഒരുപാട് പേര് സപ്പോർട്ട് കിട്ടിയൊരു വീഡിയോ ആയിരുന്നു. പിന്നെ നമ്മളൊരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മരത്തിന്റെ പീസുകളൊക്കെ വെച്ചിട്ട് ചെയ്തേക്കുന്ന കേട്ടോ. ഇത് ഒത്തിരി പഴയതാണ്, ആകെ പൊടിയൊക്കെ പിടിച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ വർക്കുകൾ വരുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരുടെയും എല്ലാ സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി പറയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.